ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ ടൈ ചെയ്ത് എടുക്കുമ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പായി. ദെൻ അതിനകത്ത് വരുന്ന പിന്നെ 1 വരുമ്പോൾ വരുന്ന ഇൻവാലിഡ് കണ്ടീഷൻസിനെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു. ആ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ എന്ത് ചെയ്തു? Jയും Kയും കൂടി ടൈ ചെയ്ത് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിലും ബേസിക് ഏതാണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതാണ് ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിറ്റ് ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി എലമെൻ്റാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. 1 അല്ലെങ്കിൽ 0 ഏതാണോ കറസ്പോണ്ടിങ് നമ്മൾ പറയുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മളതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ അതിൻ്റെ ലോജിക്കൽ പിന്നെ അതുപോലെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രിഗറിങ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതാണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനെ അനുബന്ധിച്ച് ഇപ്പം ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ S1 ആവുമ്പോഴാണ് അവിടെ 1 എന്ന് പറയുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. R1 ആണെങ്കിൽ അവിടെയുള്ള ഇൻഫർമേഷൻ എന്താണെങ്കിലും അതെന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും, 0 ആക്കും. അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ആ ചേഞ്ചിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്നതിനെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. ആ നമ്മൾ കറസ്പോണ്ടിങ് നേരത്തെ ഒരെണ്ണം സ്റ്റോർ ചെയ്തു, ഇപ്പോൾ ഇൻപുട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? വേറൊരെണ്ണം സ്റ്റോർ ചെയ്തു. ഇപ്പോൾ 1 തന്നെയാണ് വരുന്നത്. നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 1 തന്നെ വന്നു എങ്കിൽ ആ 1നെ റീപ്ലേസ് ചെയ്ത് അടുത്ത 1 തന്നെയാണ് വെച്ചത്. അല്ലെങ്കിൽ നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ 1നെ മാറ്റി 0 ആക്കും. അപ്പോൾ ആ ട്രാൻസിഷൻസ് അവിടെ നടക്കുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രിഗറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് അസിൻക്രണസ് സർക്യൂട്ട്സിനകത്ത് നമ്മൾ പറഞ്ഞു, സിൻക്രണസ് ആണെങ്കിൽ എന്താണ്? എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതാണ് സിൻക്രണസ് എന്ന് പറയുന്നത്. അസിൻക്രണസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നില്ല, വേറൊരു രീതിയിൽ ഇൻഡയറക്റ്റ് കേസിലാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. അപ്പോൾ അസിൻക്രണസ് സർക്യൂട്ട്സിന് എന്ത് വേണം? നമുക്ക് ആ ട്രിഗറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് കാര്യങ്ങൾ വേണം, അതിൽ നിന്ന് ട്രിഗർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് പൾസസ്, അതായത് ക്ലോക്ക് പൾസ് കൊടുത്താണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഡിജിറ്റൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മളതിൽ എഡ്ജ് ട്രിഗേർഡ്, പിന്നെ ലെവൽ ട്രിഗേർഡ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരു പൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ദെൻ അതെന്ത് ചെയ്യും? ഒരു 1 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ച് ഇനിഷ്യൽ വാല്യൂവിലേക്ക് വരുന്നുണ്ട്. അതായത് ആ ക്ലോക്ക് പൾസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 0യിൽ നിന്ന് 1ലേക്ക് സഡൻ ചേഞ്ചാണ്. ദെൻ ആ 1ൽ കുറച്ച് നേരം ഇരുന്നിട്ട് 1ൽ നിന്ന് 0യിലേക്ക് സഡൻ ചേഞ്ചാണ് വീണ്ടും. അപ്പോൾ അവിടെ എന്താണ്? ആ സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യുന്നു? 1ൽ നിന്ന് നേരെ 0യിലേക്ക് വരിക. 0.1 0.2 അങ്ങനെയൊന്നും അല്ല വരുന്നത്. 0യിൽ നിന്ന് 1ലേക്കാണെങ്കിലും 1ൽ നിന്ന് 0യിലേക്കായാലും സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 0യിൽ നിന്ന് 1ലേക്ക്. ദെൻ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അത് അവിടെ തന്നെ നിൽക്കും. ദെൻ വീണ്ടും റിട്ടേൺസ് ടു 0 വാല്യൂ. ഇനി ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് തരുന്ന വാല്യൂസ് അനുസരിച്ച് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫീഡ്ബാക്ക് പാത്ത്, അത് നമുക്ക് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് കൂടി നോക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ കൂടി നോക്കിയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റൈസ് അറൗണ്ട് കണ്ടീഷൻ. എന്താണ് റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്നാണ് പറയുന്നത്? JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്താണ് റൈസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാവുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് Jയും Kയും 1 ആവുമ്പോൾ ക്ലോക്ക് പൾസ് 1 കൊടുക്കുമ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ക്യൂവിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോക്ക് ഹൈ ആവുന്നത് വരെ എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നിൽ തന്നെ
സ്റ്റേബിളായി വരാണ്ടിരിക്കുക. ഓക്കെ, ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ടോഗിൾ കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ടോഗിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ സീറോയിൽ പിന്നെന്താണ് 0യിൽ നിന്നും 1ിലോട്ട് 1ൽ നിന്ന് 0യിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ അത് 1 ആണോ അല്ലെങ്കിൽ അതൊരു 0 ആണോ എന്നുള്ളത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ആ കണ്ടീഷനെയാണ് നമ്മൾ റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഔട്ട്പുട്ട് അൺസർട്ടൻ, അതായത് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല 0 ആണോ 1 ആണോ എന്ന് നമുക്ക് ക്ലോക്ക് പൾസിനനുസരിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റൈസ് അറൗണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് റൈസ് അറൗണ്ട് കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാം? ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്തുന്ന സമയം ആണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വാല്യൂവിൽ ഒരു ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ടിൻ്റെ വാല്യൂ മേടിച്ചുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെടുക്കുന്ന സമയമാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ പൾസ്, നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് പൾസിന് അതിൻ്റെ ഡ്യൂറേഷന് തുല്യമായിരിക്കും. ദിസ് ഡിലേ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് ടു. ചില സമയത്ത് ക്ലോക്ക് പൾസിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ഡേറ്റ നമ്മൾ 1 കൊടുക്കുന്നത് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സമയം ഒരുപാടെടുക്കും, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. If the clock on or high time is less than propagation delay of the clock, then rising can be avoided. അതായത് എന്താണ്? ആ പ്രൊപ്പഗേഷൻ ഡിലേ എത്രത്തോളം നമുക്ക് കുറയ്ക്കാമോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോഗിൾ കണ്ടീഷൻസ് മാറ്റാൻ പറ്റും. പ്രൊപ്പഗേഷൻ ഡിലേ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒന്നിൽ സ്ഥിരമായി നിൽക്കത്തക്ക രീതിയിലുള്ള രീതി, അതിന് നമ്മൾ ക്ലോക്ക് ഓൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേക്കാൾ കുറവായിരിക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോക്ക് പൾസ് കൊടുത്തുകൊണ്ടിരിക്കണം. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് എഡ്ജ് ട്രിഗറിങ് റാദർ ദാൻ ലെവൽ ട്രിഗറിങ്. ഇത് നമ്മൾ പഠിച്ചതാണ് എന്താണ് എഡ്ജ് ട്രിഗറിങ് എന്നും എന്താണ് ലെവൽ ട്രിഗറിങ് എന്നുള്ളത്. ഇഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് മെയ്ഡ് ടു ടോഗിൾ ഓവർ 1 ക്ലോക്ക് പീരീഡ് ദെൻ റൈസിങ് ക്യാൻ ബി അവോയ്ഡഡ്. ഒരു ക്ലോക്കിനകത്ത് തന്നെ നമുക്ക് നമ്മൾ ജെയും കെയും ഈക്വൽ ടു 1 ക്ലോക്ക് പൾസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോഗിൾ കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വേറൊരു ഫോമാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് നമുക്കിപ്പോൾ ഒരു ക്ലോക്ക് പൾസ് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്തിൽ അതിന് 1 എന്നും 0 എന്നും 1 എന്നും 0 എന്നും വാല്യൂ വന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം വർക്ക് ചെയ്യുക, അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ തൊട്ടടുത്തതായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മൾ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ എഡ്ജ് ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ക്ലോക്ക് പൾസ് യൂസ് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ക്ലോക്ക്സും നെഗറ്റീവ് ക്ലോക്ക്സും. ആ പോസിറ്റീവ് ക്ലോക്ക് എന്താണ്, നെഗറ്റീവ് ക്ലോക്ക് എന്താണെന്നാണ് വരച്ചേക്കുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 0യിൽ നിന്ന് 1ലേക്ക് പോവുക. 0യിൽ നിന്ന് 1 എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ദെൻ നമ്മൾ 1ൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് നേരം ആ 1ൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് 1ൽ നിന്ന് തിരിച്ച് 0യിലേക്ക് വരും. ഓക്കെ, 1ൽ നിന്ന് 0യിലേക്ക് വരുമ്പോഴാണ് പോസിറ്റീവ് പൾസിൻ്റെ നെഗറ്റീവ് എഡ്ജ് സ്റ്റാർട്ട് ചെയ്യും. ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് നമ്മുടെ എഡ്ജ് എന്ന് പറയുന്നത്. ആ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് എഡ്ജും ഉണ്ട്, നെഗറ്റീവ് എഡ്ജും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0യിൽ നിന്ന് 1ലേക്ക് പോവുക. ആ എഡ്ജിനെയാണ് നമ്മൾ പോസിറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി 1ൽ നിന്ന് 0യിലേക്ക് വരിക, നേരെ 1ൽ നിന്ന് 0യിലേക്ക് വരിക. അപ്പോൾ 1ൽ നിന്ന് 0 എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റിങ്, ദാറ്റ് ഈസ് നെഗറ്റീവ് എഡ്ജ്. ഇത് രണ്ടും ഏതിനകത്താണ് വരുന്നത്? പോസിറ്റീവ് പൾസിനകത്താണ് വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നെഗറ്റീവ് പൾസിനകത്ത് നെഗറ്റീവ് എഡ്ജും പോസിറ്റീവ് എഡ്ജും ഉണ്ട്. അപ്പോൾ ഏതാണ് നെഗറ്റീവ് പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 0യിൽ നിന്ന് താഴേക്ക് വരിക, ദെൻ അതിൽ തിരിച്ച് വന്നിട്ട് 0യിലേക്ക് വരിക. അപ്പോൾ താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ദെൻ അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെവൽ അല്ലെങ്കിൽ ഇനിഷ്യൽ ലെവലിലേക്ക് പോവുക. അന്നേരം പോസിറ്റീവ് ആകുമ്പോൾ അവിടെ വരുന്നത് ഇത് പോസിറ്റീവ് എഡ്ജ്, ദിസ് വൺ ഈസ് നെഗറ്റീവ് എഡ്ജ്.
അങ്ങനെയാണ് നെഗറ്റീവ് പൾസും പോസിറ്റീവ് പൾസും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് ക്ലോക്ക് പൾസിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ക്ലോക്കിൻ്റെ പോസിറ്റീവിൻ്റെ ട്രാൻസിഷൻസ് ആണ് താഴെ വരച്ചേക്കുന്നത്. ആദ്യം വരച്ചേക്കുന്നതാണ് നമ്മുടെ ക്ലോക്ക്. നമ്മൾ ക്ലോക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും എന്താ ക്ലോക്ക് എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് റെസ്പോൺസ്, പോസിറ്റീവ് ലെവലും പോസിറ്റീവ് എഡ്ജ് റെസ്പോൺസും ഉണ്ട്. ലെവൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെവൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. ഇതാണ് ലെവൽ. ഇത് ഹൈ ലെവൽ, ദിസ് വൺ ഇസ് 0 ലെവൽ, ദിസ് 1 ലെവൽ ആൻഡ് ദിസ് ഇസ് 0 ലെവൽ. ഇവിടെയാണെങ്കിൽ ദിസ് ഈസ് 0 ലെവൽ, ദിസ് ഈസ് -1 ആണ്. പക്ഷെ നമ്മൾ ഇതിനെ ഈ കേസിൽ നമ്മൾ ഇതിനെ 1 ആയിട്ടും ഇതിനെ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ 1 to 0 എന്ന് പറയുന്ന പോസിറ്റീവ്. ഇവിടെ നമ്മൾ 1ഉം 0യും ആക്കുന്നെങ്കിലും കോൺസെപ്റ്റ് എന്താണ്? ഇത് 0 ആണ്, ഇത് -1 ആണ്. ദെൻ -1ൽ നിന്ന് 0യിലേക്ക് വരുന്നു. ഇവിടെ മൈനസ് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 1ഉം 0 ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എഡ്ജും ലെവൽ. ലെവൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ലെവൽ അല്ലെങ്കിൽ ഈ ലെവൽ. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതാണ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ആ ലെവൽ, ആ എഡ്ജിൽ ചേഞ്ച് ചെയ്യുന്നത് എഡ്ജ് ട്രിഗേർഡും ലെവൽ സമയത്ത് ചേഞ്ച് ചെയ്യുന്നത് ലെവൽ ട്രിഗേർഡുമാണ്. പോസിറ്റീവ് ലെവലിൽ മാത്രം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഇതാണ് പോസിറ്റീവ് ലെവൽ, ഈ വരുന്ന ഇത് മാത്രം. അപ്പോൾ ഈ ലെവലിൽ എന്ത് ചെയ്യുക? വാല്യൂസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ലെവൽ. ദെൻ എഡ്ജ് ആണെങ്കിലോ, എഡ്ജ് പോസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പൊസിഷനിൽ എന്ത് ചെയ്യുക? ചേഞ്ച് വരിക. ഓക്കെ, പോസിറ്റീവ് എഡ്ജ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു ക്ലോക്ക് പൾസിൽ ട്രാൻസിഷൻസ് വരുന്നത്, ചേഞ്ച് വരുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ.